ഹലോ ഗൈസ്, ജെഫോട്ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ലൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ലൈവിൻ്റെ അകത്തൂടെ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജെഫോട്ടെക്കിൻ്റെ ഫസ്റ്റ് ചാനലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് മനസ്സിലാകാത്ത കാര്യമുണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് പേര് ഇപ്പം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിനകത്തോടെ നമ്മൾ കൂടുതൽ വ്യക്തമായിട്ട് ഈ ഒരു കാര്യങ്ങൾ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈവിൻ്റെ അകത്തൂടെ പരസ്യം വരികയും ഇത്ര നാൾ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പരസ്യം വരുന്നൊരു സംഭവമില്ല. അപ്പോൾ ലൈവിൻ്റെ അകത്തോടെ പരസ്യം വരെയും ആ ലൈവിൻ്റെ അകത്ത് നമുക്ക് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പും അല്ലാതെ തന്നെ നല്ല രീതിയിൽ ലോങ് വീഡിയോസ് കിട്ടുന്ന പോലുള്ള ഏണിങ്സ് നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ട് ഏണിങ്സ് കൂടുതൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു പുതിയ അപ്ഡേഷനാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണാം. ഗൈസ്, നമ്മളെന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ യൂട്യൂബിൻ്റെ നമ്മൾ മെയിൽ ബോക്സ് ഓപ്പൺ ആക്കാൻ നമുക്ക് ഇതുപോലെ ഒരു മെയിൽ വന്ന് കിടപ്പുണ്ടാവും. ഓക്കെ, യൂട്യൂബ് മേക്ക് യുവർ ലൈവ് സ്ട്രീംസ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മെയിൽ വരും. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എനേബിൾ ഓട്ടോമാറ്റിക് മിഡ്രോൾസ് എന്നുള്ള ഓപ്ഷൻ അല്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ക്രോം ബ്രൗസറിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. വെൽക്കം ടു യൂട്യൂബ് ലൈവ് കൺട്രോൾ റൂം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ജസ്റ്റ് ലേറ്റർ കൊടുത്തേക്കോ കേട്ടോ. ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ലേറ്റർ കൊടുത്തേക്കുക. ഓക്കെ, ബാക്ക് അടിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പേജ് കിട്ടും. ഇതാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പേജ് വരുന്നത്. മോണിറ്റൈസേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞുള്ള ഒരു പേജ് കിട്ടും. അവിടെ നമ്മൾ മോണിറ്റൈസേഷൻ ഓണാക്കാൻ നോക്കുക, ഓണാക്കുക. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഇവിടെ മോഡ് എന്നുള്ള സംഭവം നമ്മൾ പരമാവധി ഓട്ടോമാറ്റിക് കൊടുക്കുക. നമ്മൾ പേഴ്സണലൈസ്ഡ് നമ്മൾ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമുക്കത് മോശമായിട്ട് വരും. കാരണം നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് ചിലപ്പം കൊടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് കൊടുത്തേക്കുക. അതിനുശേഷം ഇവിടെ ഫ്രീക്വൻസി എന്നുള്ളത് നമ്മുടെ ലൈവിൽ എത്ര പരസ്യം വരണോ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോ കൊടുത്തു കഴിഞ്ഞാൽ തീരെ പരസ്യം ഉണ്ടാവില്ല, കുറവായിരിക്കും. മീഡിയം ആണ് ആവറേജ് ഉണ്ടാവും. ഹൈ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പരസ്യം ഉണ്ടാവും. എത്ര പരസ്യം വരുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുക, ഏണിങ്സ് കയറുക. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിയിൽ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ടൂൾസ്, അപ്പം നമ്മൾ യൂട്യൂബിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ വെച്ച് മാത്രമായിരിക്കും ലൈവ് ചെയ്യുന്നത്. ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണത്. അപ്പോൾ ജസ്റ്റ് ഒരു ടിക്ക് കൊടുത്തതിന് ശേഷം അടിയിൽ സേവ് ചെയ്തേക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ആ ഒരു ലൈവിൽ പരസ്യം മിഡ്രോൾ ആഡ്സിൻ്റെ സംഭവങ്ങൾ നമുക്ക് ഓണായി കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ അത് വലിയ ഉപകാരമുള്ള കാര്യമായിരിക്കും. നിങ്ങൾ ലൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടാനുള്ള ഒരു വകുപ്പാണ്. അപ്പോൾ ഗൈസ്, കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ വന്നിട്ടുണ്ടാവും. ആ മെയിലിനകത്ത് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.